അടുത്ത സ്റ്റോപ്പിൽ എത്തിയപ്പോൾ കണ്ടക്ടർ സ്ഥലപ്പേര് വിളിച്ചു പറയുന്നത് കേട്ടു. അപ്പോഴാണ് പരിമളയ്ക്ക് ഓർമ്മ വന്നത്. ഉടനെ ചുറ്റും നോക്കിയപ്പോൾ തനിക്ക് ഇറങ്ങേണ്ട സ്ഥലം പിന്നിട്ടു പോയിരിക്കുന്നു എന്ന സത്യം അവൾ ഖേദത്തോടെ മനസ്സിലാക്കി. ബസ്സിറങ്ങി മിസ്സിസ് നായരോട് യാത്ര പറഞ്ഞു തിരിഞ്ഞു നടന്നു. പരിമളയ്ക്ക് ശരിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ എത്തിയപ്പോൾ പരിഭ്രമിച്ച് നാലുപാടും നോക്കി നിൽക്കുന്ന ഭർത്താവിനെയാണ് കണ്ടത്. എന്തുപറ്റി മോഹനേട്ടാ? മോഹൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. സമാധാനത്തോടെ ഒരു നെടുവീർപ്പിട്ടു. നേരം വൈകിയത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പരിമള എല്ലാ കാര്യവും വിസ്തരിച്ചു പറഞ്ഞു. മോഹൻ അന്തം വിട്ടു നിന്നിടത്തു തന്നെ നിന്നു. എന്റെ ഓഫീസിൽ മിസ്സിസ് നായർ എന്ന പേരിൽ ഒരുത്തിയും ഇല്ലല്ലോ. മാത്രമല്ല എനിക്ക് ആ പ്രായത്തിലുള്ള ഒരു മിസ്സിസ് നായരെയും അറിയുകയില്ല. കൈമലർത്തി മോഹൻ. അദ്ഭുതം വിടരുന്ന മിഴികളോടെ പരിമള മോഹനെ നോക്കി നിൽക്കുമ്പോൾ പരിഭ്രമത്തോടെ മോഹൻ ചോദിച്ചു, നിന്റെ കഴുത്തിലെ ചെയിൻ എവിടെയാണ്? പെട്ടെന്നാണ് പരിമളയുടെ കൈകൾ കഴുത്തിലേക്ക് നീങ്ങിയത്. തന്റെ ചെയിൻ നഷ്ടപ്പെട്ട വിവരം കണ്ണുനീരോടെ അവൾ മനസ്സിലാക്കി. പരിമളേ, ഇത് ബോംബെ നഗരമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ആരെയും പരിപൂർണമായും വിശ്വസിക്കരുത് എന്നും ആരുമായും കൂടുതൽ അടുക്കരുതെന്നും. തിരക്കിട്ട വീതിയിലൂടെ പ്രിയപ്പെട്ടവന്റെ അരികുചേർന്ന് നടക്കുമ്പോൾ പരിമള തനിക്ക് പറ്റിയ അമളി ഓർത്തു ദുഃഖിച്ചു. റൂമിൽ തിരിച്ചെത്തിയ ശേഷമാണ് മോഹൻ തന്റെ വീട്ടിൽ നിന്നും വന്ന കത്തിന്റെ കാര്യം അവളോട് പറഞ്ഞത്. മാല പോയെങ്കിൽ പോകട്ടെ. നിനക്കൊരു പാഠമായല്ലോ. വീണ്ടും മാലയോർത്ത് കരയുന്ന ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് മോഹൻ പറഞ്ഞു. നാട്ടിൽ പോകേണ്ട കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ പരിമള ചോദിച്ചു, അഥവാ അതിനിടയിൽ എനിക്ക് ഈ ജോലി എങ്ങാനും കിട്ടിയാൽ എന്തു ചെയ്യും? ആ ജോലി കിട്ടുന്ന കാര്യത്തിൽ മോഹന യാതൊരു വിശ്വാസവും ഇല്ല. ഒരു തെറ്റുപോലും വരുത്താതെ ടൈപ്പിംഗ് ടെസ്റ്റ് ചെയ്തതും അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉഷാറായി ഉത്തരങ്ങളും നൽകിയ പരിമളക്ക് അത് കിട്ടുമെന്ന് തന്നെയായിരുന്നു ഉറച്ച വിശ്വാസം. വീണ്ടും ലീവിന്റെ ആപ്ലിക്കേഷനുമായി സെക്ഷൻ സൂപ്രണ്ടിന്റെ അടുത്ത് ചെന്നപ്പോൾ കിഷന്റെ തലയിൽ തടവിക്കൊണ്ട് ഇത്ര വേഗത്തിൽ വീണ്ടും ലീവ് കൊടുക്കാൻ പറ്റില്ലെന്ന് രാമസ്വാമി അറിയിച്ചു. ഓഫീസ് കാര്യങ്ങളിൽ അല്ലറ ചില്ലറ നുണ പറയാതെ സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ലീവ് കിട്ടാൻ വിഷമമാണെന്ന് സുപരിചയത്തിൽ നിന്നും മനസ്സിലാക്കിയ മോഹൻ അച്ഛന് സുഖമില്ലാഞ്ഞിട്ടാണെന്നും ഉടൻ നാട്ടിൽ പോയി തിരിച്ചുവരുന്നതാണെന്നും കെഞ്ചി പറഞ്ഞപ്പോൾ രാമസ്വാമിയുടെ മനസ്സലിഞ്ഞു. 10 ദിവസത്തെ ലീവ് ശരിപ്പെടുത്തി റൂമിൽ തിരിച്ചെത്തിയപ്പോൾ പരിമളക്ക് നിയമന ഓർഡർ വന്നു കിടക്കുന്നതാണ് കണ്ടത്. പിറ്റേന്ന് തന്നെ പരിമളയുടെ അപേക്ഷപ്രകാരം മോഹനെയും കൂട്ടി ഓഫീസിൽ പോയി 1-ാം തീയതി ജോയിൻ ചെയ്യാൻ വേണ്ട സമയം തരണമെന്ന് സദയം അപേക്ഷിച്ചത് അനുസരിച്ച് പരിമളയുടെ പുതിയ ജോലി നഷ്ടപ്പെട്ടു പോകാതെ കിട്ടി. ഹൃദയം നിറയെ പൂക്കുന്ന പ്രതീക്ഷകളുമായി മോഹന്റെ കൂടെ നാട്ടിലേക്കുള്ള ജയന്തിജനത എക്സ്പ്രസ് വണ്ടിയിൽ കയറി ഇരുന്നു. ജേക്കബും ഗോപിയും ജോസും സ്റ്റേഷനിൽ അവരെ യാത്ര അയക്കാൻ വന്നിരുന്നു. വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ വീട്ടുകാരെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെ വലയം ചെയ്തു. വീട്ടിലേക്ക് കയറി ചെന്നാൽ അമ്മയും അച്ഛനും എങ്ങനെയായിരിക്കും തന്നോട് പെരുമാറുക? ഒരു പക്ഷേ അമ്മ കരഞ്ഞും പിഴിഞ്ഞും തന്നെ സ്വീകരിക്കുമായിരിക്കും. എന്തായാലും നൊന്തുപെറ്റ വേറല്ലേ. തനിക്കിനി ഒരു മകളില്ലെന്നു അച്ഛൻ നാട്ടുകാർ കേൾക്കെ വിളിച്ചു പറഞ്ഞു എന്നല്ലേ മല്ലിക എഴുതിയിരുന്നത്. ആ അച്ഛൻ തന്നെ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കാമോ? വേണ്ട, എത്രയായാലും നേരിട്ട് ചെല്ലില്ല. അച്ഛന്റെ ദേഷ്യം ആളിക്കത്താൻ ഇനിയും അവസരം നൽകണ്ട. ആദ്യത്തെ മുറിവ് തന്നെ ഇതിനകം ഉണങ്ങിക്കാനില്ല. അതിനു മുൻപ് വീണ്ടും താനതിൽ കുത്തി നോവിക്കാതിരിക്കുകയല്ലേ നല്ലത്. തന്റെ കൊച്ചനിയനെ കാണാനും അവനെ വാരിപ്പുണരാനും ഉള്ള തീരാത്ത ആഗ്രഹം എങ്ങനെ വേണ്ടെന്നു വയ്ക്കും? പരിമള പുറത്തേക്കു നോക്കി ഒരു നെടുവീർപ്പിട്ടു. മുഖത്ത് നിന്നും കണ്ണട എടുത്തു പൊടി തുടച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ മോഹൻ ചിന്താവിഷ്ടയായ പ്രിയതമയെ ശ്രദ്ധിച്ചു. എന്തു പറ്റി എന്റെ മിസ്സിയമ്മക്ക്? വലിയ എന്തോ ആലോചനയിലാണല്ലോ. ആ കളിയാക്കൽ അവൾക്കു നന്നേ രസിച്ചു.
എന്തെങ്കിലും തമാശ പറയുമ്പോൾ മിസ്സിയമ്മ എന്നാണ് മോഹൻ അവളെ കളിയാക്കി വിളിക്കാറുള്ളത്. ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ വെറുതെ കണ്ണടച്ച് അവൾ ചെറുതായി ചിരിച്ചു. എന്താ, നിന്റെ രാജേട്ടനെ കാണുമോ എന്നാണോ ആലോചിക്കുന്നത്? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടു അയാൾ ചോദിച്ചു. പരിമളയുടെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. രാജേട്ടനെക്കുറിച്ചുള്ള ചിന്തകൾ തൽക്കാലം തന്നെ വിട്ടകന്നിരിക്കുകയായിരുന്നു. പ്രിയതമന്റെ ചോദ്യം വീണ്ടും അവളെ ചിന്താകുലയാക്കി. ആ ദുഷ്ടൻ ഇപ്പോഴും നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. കുറച്ചു ദിവസം മുമ്പ് വന്ന മല്ലികയുടെ കത്തിൽ കണ്ടത് രാജേട്ടൻ മുഴുക്കുടിയനായി മാറിയിരിക്കുന്നു എന്നല്ല. അയാളുടെ ഭീകരരൂപം അവളെ കൂടുതൽ വ്യാകുലപ്പെടുത്തി. ആ ആഭാസന്റെ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ തൽക്കാലം ഈ യാത്ര ഒഴിവാക്കാമായിരുന്നു. രാജേട്ടൻ തിരിച്ചുപോയിരിക്കുന്നു എന്ന് തീർച്ച അറിഞ്ഞ ശേഷം വന്നാൽ മതിയായിരുന്നു. പോരുന്ന നേരത്ത് ഉണ്ടായ ബഹളത്തിനിടയിൽ ആലോചിക്കുവാൻ സമയം കിട്ടിയില്ലല്ലോ എന്ന് അവൾ ഖേദത്തോടെ ഓർത്തു. അല്ലെങ്കിൽ എന്തിനാണ് ഇനി രാജേട്ടനെ ഭയപ്പെടുന്നത്? താനിന്നു വിവാഹിതയാണ്. ശക്തനായ ഒരു പുരുഷന്റെ ഭാര്യയാണ്. വേണ്ടാതെ അതും ഇതും ഓർത്ത് മനസ്സിനെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ്? എങ്ങനെയോ സ്വയം ധൈര്യം അവലംബിക്കാൻ അവൾ പാടുപെട്ടു. അവൾ സ്വയം ആവർത്തിച്ചു ചോദിച്ചു. മോഹൻ ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞ് അവളുടെ ശ്രദ്ധയെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിന്നപ്പോൾ ഇറങ്ങിപ്പോയി 2 വാരികയുമായി തിരിച്ചുവന്നു. വാരികകളിൽ തന്നെ കണ്ണ് നട്ട് ശേഷം വായിച്ച് ആസ്വദിക്കാനുള്ള താൽപര്യം കാണാത്തതിനാൽ മുഖത്തേക്ക് മാറി വീഴുന്ന തലമുടിയിഴകൾ മാടിയൊതുക്കി അവൾ ജനൽ പാളികളിൽ മുഖമമർത്തി പുറത്തേക്ക് നോക്കിയിരുന്നു. അന്തിചുവക്കാൻ തുടങ്ങിയിരിക്കുന്നു. മഞ്ഞയും ചുവപ്പും സ്വർണവും കലർന്ന സായാഹ്നത്തിന്റെ വർണ്ണഭംഗി ആസ്വദിക്കുവാൻ അവൾക്കു കഴിഞ്ഞില്ല. ഗോതമ്പ് വയലുകളിൽ മേയുന്ന കുതിരകൾ, കോളിഫ്ലവറും കാബേജും പുഷ്പിച്ചു നിൽക്കുന്ന പാടങ്ങൾ, ഇളങ്കാറ്റിൽ ചാഞ്ഞാടുന്ന മുന്തിരിവള്ളികൾ. അവളുടെ മനസ്സ് ആകുലപ്പെട്ടിരുന്നത് അതിനെല്ലാം എത്രയോ അകലെയായിരുന്നു. പരിമളേ, നമുക്ക് നിന്റെ വീട്ടിലും ഒന്ന് പോകണ്ടേ? മോഹൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. അതിനു ഉത്തരമൊന്നും പറയാനാകാതെ അവൾ പ്രിയതമന്റെ നേരെ ദയനീയമായി നോക്കി. തന്റെ കണ്ണുകൾ ഈറനണിഞ്ഞുവോ? പരിമള ഇടതുകൈ കൊണ്ട് കണ്ണു തുടച്ചു. മണ്ടി, എന്തിനിത്ര സങ്കടപ്പെടുന്നത്? നമുക്കെന്തായാലും അവിടെ പോയി വരാം. അവളുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നിരുന്നു മോഹൻ പറഞ്ഞു. സഹയാത്രക്കാർ ആരും കേട്ടില്ലല്ലോ എന്ന് തല ഉയർത്തി ചുറ്റും നോക്കി. എനിക്ക് പേടിയാകുന്നു മോഹനേട്ടാ. എന്തിനു? ഞാനില്ലേ കൂടെ? എന്റെ അച്ഛൻ ഭയങ്കര വാശിക്കാരനാണ്. മോഹനേട്ടന്റെ അച്ഛനെ പോലെ ഒന്നും അല്ല. അത് പിന്നെ എനിക്കറിയില്ലേ? അവൾ ഒരു പുഞ്ചിരി തൂകി. നമ്മളവിടെ ചെന്നാൽ ചിലപ്പോൾ അച്ഛൻ ആട്ടിയോടിക്കാനും മടിക്കില്ല. അവൾ അല്പം കഴിഞ്ഞപ്പോൾ വളരെ മെല്ലെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞു പ്രിയതമന്റെ പ്രതികരണം എന്താണെന്ന് അറിയുവാനായി അവൾ ഇടങ്കണ്ണിട്ടു നോക്കി. ആട്ടിയോടിച്ചാൽ നേരെ എന്റെ വീട്ടിലേക്കു തന്നെ തിരിച്ചു പോരണം, അയാൾ തമാശരൂപത്തിൽ മറുപടി നൽകി. പ്രിയതമന്റെ ആത്മാർത്ഥത നിറഞ്ഞ മറുപടി കേട്ടപ്പോൾ ആ ദുഃഖത്തിനിടയിലും അവൾക്കു ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതുതന്നെ അവസരമെന്നു മനസ്സിലാക്കിയ മോഹൻ ഭാര്യയെ കൂടുതൽ ഉത്സാഹവതിയാക്കാൻ ശ്രമിച്ചു. പരിമള വലിയ ഉദ്യോഗസ്ഥ ആകാനല്ലേ പോകുന്നത്? അതിനും പരിമള കുലുങ്ങിച്ചിരിച്ചു. കൂട്ടത്തിൽ ആരും കാണാതെ അയാളുടെ തുടയിൽ ഒരു നുള്ളു വെച്ചുകൊടുത്തു.
ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല നിനക്കതു കിട്ടുമെന്ന്. എനിക്കതു എന്തുകൊണ്ട് കിട്ടാൻ പാടില്ല? പരിമള പുരികക്കൊടി ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. പരിഭവം നിറഞ്ഞ ഒരു നോട്ടവും എറിഞ്ഞു. നിന്റെ മിസ്സിസ് നായർ വഴി ആയിരിക്കുമോ നിനക്കിത് കിട്ടിയത്? മോഹൻ അവളെ കടക്കന്നിട്ടൊന്നു നോക്കി. പരിമള നാണിച്ചു മുഖം താഴ്ത്തി. തന്റെ അമളി ഓർത്തു അവൾ വീണ്ടും ചിരിച്ചു. അവളുടെ നുണക്കുഴികളിൽ നാണം വിരിഞ്ഞു നിന്നു. പൊടുന്നനെ ഒരു നിരാശയോടെ മാല നഷ്ടപ്പെട്ടതോർത്തു. അവളറിയാതെ വലതുകൈ കഴുത്തിൽ പടർന്നു. പെട്ടെന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത മുക്കിന്റെ ചെയിനാണല്ലോ തന്റെ കഴുത്തിലെന്നു അവൾ വേദനയോടെ ഓർത്തു. ഏതോ ഒരു ശൂന്യത അവളെ വലയം ചെയ്ത പോലെ പരിമള മൂകയായി ഇരുന്നു. അടുത്ത സ്റ്റേഷനും കഴിഞ്ഞു വണ്ടി നീങ്ങിയപ്പോഴാണ് അറിഞ്ഞത് പകൽ രാത്രിക്കു വഴി മാറിക്കൊടുത്തിരിക്കുന്നു എന്ന്. കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കി ഇരിക്കുമ്പോഴും അവളുടെ മനസ്സിൽ ക്ഷണിക്കാതെ വന്നുകയറിയ അതിഥിയെപ്പോലെ രാജേട്ടന്റെ രൂപം മിന്നിമറഞ്ഞു.